എന്താണ് ലെസന്റെ പേര്? ഹാ എന്റെ കേരളം. ഹാ എന്ന് പറയുമ്പോ ഒരു ആശ്ചര്യ ചിഹ്നം ഇട്ടിട്ടുണ്ട് അല്ലേ അവിടെ? ഇല്ലേ? അപ്പൊ എന്താണ് ഒരു ആഹ്ലാദം വരുന്ന കാര്യത്തിലാണ് പറയുന്നത് അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആ എന്ത് രസം, നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലേ? ആ എന്ത് ഭംഗി. ഓക്കെ, അപ്പൊ നമുക്കൊരു ആശ്ചര്യം വരുമ്പോഴാണ് ആ ആശ്ചര്യ ചിഹ്നം നമ്മൾ ഇടാറ്. അപ്പൊ നമ്മുടെ കേരളത്തിനെ പറ്റി പറയുമ്പോ എന്താണുള്ളത്? ആ എന്ത് ആശ്ചര്യത്തോടെയാണ് പറയുന്നത് അല്ലേ? ആ എന്റെ കേരളം എത്ര ഭംഗിയുള്ളതാണ്, എത്ര മനോഹരമാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ പാഠത്തിൽ തന്നെ അതാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം, ശ്രദ്ധിക്കുക. പേജ് നമ്പർ 78. ആ എന്റെ കേരളം. നമുക്ക് നോക്കാം. കേരളം ചെറുതല്ല ഭിന്നമാം മതങ്ങൾക്ക് താവളം കലാപര സംസ്കാര സേവാദളം കേരവും മന്ദാരവും പൂകവും പുന്നാകവും കേവലം ചുവടൊത്ത് നിൽക്കുമീ മലനാട്ടിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നീതെത്രയോ ശതാബ്ദമായി അവർത്തൻ സഹോദര നിർവിശേഷമാം സ്നേഹം നിവരെ പൊൻപൂക്കളായി സൗരഭം പൊഴിക്കുന്നു. തെച്ചിയും ചേമന്തിയും ചെമ്പരത്തിയും ചാരേ പിച്ചക ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. അല്ലെ? എന്തെങ്കിലും മനസ്സിലായോ? എന്താണ്? ആ എന്റെ കേരളം എത്ര മനോഹരമാണ് എന്നാണ് പറയുന്നത് അല്ലേ ഇതില്? ഒന്നുകൂടി അത് പാടാ ശ്രദ്ധിക്കും. കേരളം ചെറുതല്ല ഭിന്നമാം മതങ്ങൾക്ക് താവളം കലാപര സംസ്കാര സേവാദളം കേരവും മന്ദാരവും പൂകവും പുന്നാകവും കേവലം ചുവടൊത്ത് നിൽക്കുമീ മലനാട്ടിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നീതെത്രയോ ശതാബ്ദമായി അവർത്തൻ സഹോദര നിർവിശേഷമാം സ്നേഹം നിവരെ പൊൻപൂക്കളായി സൗരഭം പൊഴിക്കുന്നു. തെച്ചിയും ചേമന്തിയും ചെമ്പരത്തിയും ചാരേ പിച്ചക ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. അല്ലെ? എങ്ങനെയാണ് കേരളം എന്നാ പറയുന്നത്? ഏതുപോലെയാണെന്നാ പറഞ്ഞത് ലാസ്റ്റ് ലൈനില്? തെച്ചിയും ചേമന്തിയും ചെമ്പരത്തിയും ചാരേ പിച്ചക ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. മന്ദിരാങ്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീട്ടുമുറ്റാണ് അല്ലെ? മന്ദിരം എന്ന് പറഞ്ഞാൽ വീട് എന്ന അർത്ഥത്തിലാണ് അല്ലെ? മന്ദിരം എന്ന് പറഞ്ഞാൽ അമ്പലം എന്നും കൂടി അർത്ഥമുണ്ട് കേട്ടോ. മന്ദിരം വീട്, വീടിന്റെ മുറ്റം, അങ്കണം മുറ്റം. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെന്നെല്ലാം കേട്ടിട്ടുണ്ടോ നിങ്ങള്? അങ്കണത്തൈമാവ് പറഞ്ഞാൽ മുറ്റത്തിന്റെ അടുത്തുള്ള തൈമാവ്. ഓക്കെ, അപ്പൊ അങ്കണം എന്ന് പറഞ്ഞാൽ മുറ്റം എന്നാണ് അർത്ഥം. അപ്പൊ വീട്ടുമുറ്റം എന്നാണ് മന്ദിരാങ്കണം. അപ്പൊ മന്ദിരാങ്കണം പോലെ, ഏതുപോലെയുള്ള മന്ദിരാങ്കണം? തെച്ചിയും ചേമന്തിയും ചെമ്പരത്തിയും ചാരപ്പിച്ചകം ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെയാണ് കേരളം എന്നാ പറഞ്ഞത്. ഭംഗിയാവുന്നത് അല്ലെ? എങ്ങനെയാണ്? വീട്ടുമുറ്റത്ത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? നല്ല സുന്ദരമായിരിക്കും അല്ലെ? ഒരുപാട് പൂക്കൾ, തെച്ചി, ചേമന്തി. തെച്ചി അറിയില്ലേ? ചെക്കിപ്പൂവ്. പിന്നെ ചേമന്തി, ജമന്തി, ചെമ്പരത്തി, പിന്നെ പിച്ചകം. ഇതൊക്കെ ചേർന്ന് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വീട്ടുമുറ്റം പോലെയാണ് എന്നാണ് പറയുന്നത് അല്ലെ? അതൊക്കെ പോലെ സുന്ദരമായിട്ടാണ് ഉള്ളത് കേരളം എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുമ്പേ എങ്ങനെയൊക്കെയാണ് കേരളം സുന്ദരമായിട്ടുള്ളത് എന്നാണ് പറയുന്നത് അല്ലെ? അപ്പോ ആദ്യത്തെ എന്താ പറഞ്ഞത്? കേരളം ചെറുതല്ല. ഇന്നെങ്ങനെയാ? വലുതാണെന്നാണ് അർത്ഥം അല്ലെ? ചെറുതല്ല എന്ന് പറയുമ്പോ ഭിന്നമാം മതങ്ങൾക്ക് താവളം കലാപര സംസ്കാര സേവാദളം.
ഭിന്നം ഭിന്നമായ ഭിന്നമായ മതങ്ങൾക്ക് പറഞ്ഞ എന്താണ് അർത്ഥം? ഭിന്നം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തം. വ്യത്യസ്തമായ മതങ്ങൾ കൊണ്ട് മതങ്ങൾക്കുള്ള എന്താണ്? താവളം. താവളം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? കേൾക്കുന്നില്ലേ മിസ് ചോദിക്കുന്നത്? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? ഓ, അപ്പൊ താവളം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം അല്ലെങ്കിൽ വിശ്രമ സ്ഥലം എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ എങ്ങനെ ഏതിനാണ് താവളം? ഭിന്നമായ വ്യത്യസ്തമായ മതങ്ങൾക്ക് താവളം അല്ലെ? ഭിന്നമായ വ്യത്യസ്തങ്ങളായ മതങ്ങൾക്ക് താവളമാണ് കേരളം അല്ലെ? പിന്നെയോ കലാപര സംസ്കാര സേവാദളം. കലാപരം എന്ന് പറഞ്ഞാല് കല അറിയില്ല നിങ്ങൾക്ക്? എന്താണ് കല? കലാവാസന എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പൊ കലാപരമായ സംസ്കാരങ്ങൾ അല്ലെ? സംസ്കാര സമ്പന്നമാണ് ഏത്? സേവാദളം. സേവാദളം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സേവിക്കുന്നവരുടെ കൂട്ടം. ദളം കൂട്ടം. അപ്പൊ സേവിക്കുന്നവരുടെ കൂട്ടമാണ് എന്തൊക്കെ? അപ്പൊ വ്യത്യസ്തമായ മതങ്ങൾ കൊണ്ടും പിന്നെ കലാപരമായ സംസ്കാരങ്ങളൊക്കെ നിറഞ്ഞതുമായ സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞു അല്ലെ? ആയത്തില് കേരളം ചെറുതല്ല, മറിച്ച് വലുതാണ്. എന്തെല്ലൊക്കെ ഉണ്ടാ? ഭിന്നമായ മതങ്ങളുണ്ട്, കലാപരമായ സംസ്കാര സേവാദളം അല്ലെ? ഇതൊക്കെ നിറഞ്ഞതാണെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞ അടുത്ത ലൈനിൽ എന്താ പറഞ്ഞത്? കേരവും മന്ദാരവും പൂകവും പുന്നാകവും അല്ലെ? കേരം. എന്താണ് കേരം അർത്ഥം? എന്താണ് കേരം? ആർക്കറിയാം കേരം? കേരറിയില്ലേ? കേരളത്തിൽ വസിക്കുന്നവർക്ക് കേരം എന്താണെന്ന് അറിയില്ല? എന്ത് നിറഞ്ഞുകൊണ്ടാണ് കേരളം എന്ന പേര് വന്നത് നമ്മുടെ കേരളത്തിന്? ആർക്കറിയാം? കേരം. ഓക്കെ, ആദിദേവ് കൈ. തെങ്ങുകള്. ഓക്കെ, തെങ്ങുകൾ. അപ്പൊ കേരം എന്ന് പറഞ്ഞാൽ തെങ്ങുകൾ അല്ലെ? തെങ്ങുകള് സുലഭമായിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം അല്ലെ? കൽപ്പവൃക്ഷം, തെങ്ങുകൾ. അപ്പോ കേരവും, കേരങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. പിന്നെന്തൊക്കെയുണ്ട്? മന്ദാരം. മന്ദാരം അറിയില്ലേ? മന്ദാരം ചെടി അറിയോ? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും മന്ദാരപ്പൂവ്? പാരിജാതം കണ്ടിട്ടുണ്ടോ? വൈറ്റ് കളറില്. മന്ദാരം എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിലുള്ള ഒരു പൂവാണ് മന്ദാരം. പിന്നെ പൂകം. പൂകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട് നമുക്കിത് പൂകത്തിന്റെ. എന്താ? കവുങ്ങുകള് അല്ലേ? പൂകം. ഓക്കെ, അടയ്ക്കാമരം. നിങ്ങൾക്കറിയില്ല അടക്ക പിടിക്കുന്ന മരം അറിയോ? തേങ്ങ പിടിക്കുന്നത് അല്ലേ? അപ്പൊ അടക്ക പിടിക്കുന്നതാണ് കവുങ്ങ്. പൂകം. പൂകവും പുന്നാകം, പുന്നമരം അല്ലെ? അപ്പൊ പൂകവും എന്തൊക്കെയാണ്? കേരം, തെങ്ങുകള്, മന്ദാരപ്പൂക്കള്, പൂകം, കവുങ്ങുകള്, പുന്നാകം, പുന്നമരം, കേവലം ചുവടത്തു നിൽക്കും ഈ മലനാട്. ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ നമ്മുടെ നാട്ടില്? മലനാട് ഏതാണ്? കേരളം അല്ലെ? മലനാട് കേരളം. നിങ്ങൾ കേട്ടിട്ടില്ല? മലനാട്, കേരങ്ങളുടെ നാട്, ഒന്നും കേട്ടിട്ടില്ല? കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ നാടാണ് കേരളം. ഇതൊന്നറിയില്ല? മധുരം മധുരം മലയാളം ഇതൊന്നും പഠിച്ചിട്ടില്ല നിങ്ങൾ ചെറിയ ക്ലാസ്സില്? ഇല്ല അല്ലെ? കേരങ്ങൾ നിറഞ്ഞ നാടാണ് ഏത്? കേരളം. കേളികൾ ഉയരും മലനാട്, കേരം നിറഞ്ഞ് ഞാൻ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ കേരം, മന്ദാരം, പൂകം, പുന്നാകം അല്ലെ? ഇതൊക്കെ നിറഞ്ഞതാണ് ഏത്? നമ്മുടെ നാട്. പിന്നെന്താ പറഞ്ഞത് അടുത്തേല്? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നീരെത്രയോ ശതാബ്ദമായി അല്ലെ? ഹിന്ദു. ഹിന്ദുവിനറിയോ? ഹിന്ദു മതക്കാരെ അറിയില്ലേ? ഹിന്ദുക്കളാ? ഹിന്ദുക്കള്, മുസൽമാൻ മുസ്ലിങ്ങള്, ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനികള്, പിന്നെയോ യഹൂദന്മാര്. ഒന്നുപോൽ. അപ്പൊ ഈ ഭിന്നമായ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഭിന്നമായ മതങ്ങൾ ഉണ്ട് അല്ലെ? വ്യത്യസ്തങ്ങളായ കുറെ മതങ്ങളുണ്ട്. അവരൊക്കെ എങ്ങനെയാ വസിക്കുന്നത്? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും. പിന്നെ വ്യത്യസ്ത മതവിഭാഗക്കാർ എങ്ങനെയാ വഹിക്കുന്നത്? ഒന്നുപോലെ. ഒന്നുപോലെ അല്ലെ? ഒരുമയോടെ ഒന്നുപോലെയാണ് അവർ വസിക്കുന്നത് അല്ലെ? പുലരുന്നത് ഇത് എത്രയോ ശതാബ്ദമായി, കുറെ ശതാബ്ദങ്ങളായി, നൂറ്റാണ്ടുകളായി. ശതാബ്ദം നൂറ്റാണ്ട്. അപ്പൊ നൂറ്റാണ്ടുകളായി ഈ വ്യത്യസ്ത മതവിഭാഗക്കാർ എങ്ങനെയാണ് പരസ്പരം ഐക്യത്തോടെ ഒന്നുപോലെ
ഒരുമയോടെയാണ് വസിച്ചു പോരുന്നത്. എവിടെ? നമ്മുടെ കേരള നാട്ടിൽ. അതാണ് പറഞ്ഞത്. എത്രയോ ശതാബ്ദമായി, നൂറ്റാണ്ടുകളായി എല്ലാ വ്യത്യസ്ത മതവിഭാഗക്കാരും വളരെ ഐക്യത്തോടും ഒരുമയോടും മുമ്പോട്ട് പോകുന്നു അല്ലെ. അപ്പൊ അത്രയാണ് ആ 3 പാരഗ്രാഫായി പറഞ്ഞത് അല്ലെ. നമുക്ക് സ്റ്റാൻസയിൽ പറഞ്ഞത് എന്തൊക്കെ? ആദ്യം പറഞ്ഞത് കേരളം ചെറുതല്ല, ഭിന്നമാ മതങ്ങൾക്ക് താവളം, കലാപര സംസ്കാര സേവാദളം. കേരവും മന്ദാരവും പൂകവും പുന്നാകവും കേവലം ചുവടുത്തു നിൽക്കുമീ മലനാട്ടിൽ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നത് എത്രയോ ശതാബ്ദമാണ്. ആ 3 സ്റ്റാൻസിൽ അത്രയും പറഞ്ഞു അല്ലെ. ഇനി അടുത്തിൽ എന്നാ പറഞ്ഞു നോക്കാം. അവർത്തൻ സഹോദര നിർവിശേഷമാം സ്നേഹം നിവരെ പൊൻപൂക്കളായി സൗരഭം പൊഴിക്കുന്നു. എന്താ പറഞ്ഞത്? അവർത്തൻ സഹോദര നിർവിശേഷമായ സ്നേഹം. സഹോദര നിർവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരന് തുല്യമായ സ്നേഹം. അതായത് എങ്ങനെയാ? ഒരു വീട്ടിലെ സഹോദരന്മാർ എങ്ങനെയാ? സ്നേഹിച്ചിട്ടാണോ കഴിയുക? അല്ല പരസ്പരം തല്ലി പിടിച്ചിട്ടാണോ? എങ്ങനെയാ നിങ്ങളുടെ അനിയന്മാരോടും ഏട്ടന്മാരോടൊക്കെ നിങ്ങൾ പെരുമാറുക? സ്നേഹത്തോടെയാണോ? അതുപോലെ അതായത് സഹോദര നിർവിശേഷമായ സ്നേഹം, സഹോദരൻ തുല്യമായ സ്നേഹത്തില് പരസ്പരം അവർ ഐക്യത്തോടെ ആണ് വസിക്കുന്നത് അല്ലെ. അവർത്തൻ സഹോദര നിർവിശേഷമാ സ്നേഹം നിവരെ പൊൻപൂക്കളായി സൗരഭം പൊഴിക്കുന്നു. സൗരഭം എന്താണ്? സുഗന്ധം അല്ലെ. പൊൻപൂക്കൾ ഉണ്ടായ എന്തുണ്ടാവും? സുഗന്ധം ഉണ്ടാവും അല്ലെ. സൗരഭം ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. അപ്പൊ സൗരഭം എന്ന് പറഞ്ഞാൽ സുഗന്ധമാണ്, നല്ല മണാണ്. ബാഡ് സ്മെൽ അല്ല, ഗുഡ് സ്മെൽ. സൗരഭം പൊഴിക്കുന്നു. അതാണ് ആ വരികളിൽ പറയുന്നത് അല്ലെ. പിന്നെന്താ പറഞ്ഞേ? തെച്ചിയും ചേമന്തിയും ചെമ്പരത്തിയും ചാരേ പിച്ചകച്ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. അപ്പോ എന്തൊക്കെയുണ്ട് വീട്ടുമുറ്റത്ത്? തെച്ചി, ചേമന്തി, ചെമ്പരത്തി, ഇതൊക്കെ നിറഞ്ഞത് പോലെയാണ് നമ്മുടെ കേരളം എന്നാണ്, വീട്ടുമുറ്റം പോലെയാണ് നമ്മുടെ കേരളം എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പോ ആദ്യത്തേല് അർത്ഥമുള്ളത് എന്താ? ഭിന്നമായ. ഭിന്നം വ്യത്യസ്തം അല്ലെ. വ്യത്യസ്തം. അടുത്തത് എന്താ? താവളം. താവളം വിശ്രമ സ്ഥലം അല്ലെ. ഇരിപ്പിടം അല്ലെങ്കിൽ വിശ്രമ സ്ഥലം. പിന്നെന്താണ്? സേവാദളം. സേവിക്കുന്നവരുടെ കൂട്ടം. കേരം. കേരം തെങ്ങ് അല്ലെ. തെങ്ങുകള്. മന്ദാരം പൂകം കവുങ്ങ്. പുന്നാകം പുന്നമരം. ഓക്കെ. പിന്നെ ഏതാണ് അർത്ഥം മനസ്സിലാവാത്തത്? നിർവിശേഷം എന്താണ്? സഹോദര നിർവിശേഷം സഹോദരന് തുല്യമായ എന്നാണ് പറഞ്ഞത് അല്ലെ. സ്നേഹം. മന്ദിരാങ്കണം വീട്ടുമുറ്റം. സൗരഭം സുഗന്ധം. ചെണ്ട് പൂങ്കുലം അല്ലെ. അപ്പൊ ഇതൊക്കെ ഇതുപോലെയാണ് എന്നാണ് പറഞ്ഞത് അല്ലെ. കേരളം വായിപ്പിക്കണം. വായിപ്പിക്ക അല്ലേന. ഓക്കെ. അപ്പൊ ഒന്ന് വായിച്ചോ. അല്ല വായിച്ചോ. ഓക്കെ. പാഠം 20. ഹായ് എന്റെ കേരളം. കേരളം ചെറുതല്ല, ഭിന്നമാ മതങ്ങൾക്കു താവളം, കലാപര സംസ്കാരം സേവാദളം. കേരവും മന്ദാരവും പൂകവും പുന്നാകവും കേവലം ചുവടത്ത് നിൽക്കുമീ മലനാട്ടിൽ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുമോൽ പുലർന്നി എത്രയോ ശതാബ്ദമായി. ശതാബ്ദം നൂറ്റാണ്ട്. അവർ തൻ സഹോദര നിർവിശേഷമാം സ്നേഹം നിവരെ പൊൻപൂക്കളായി സൗരഭം പൊഴിക്കുന്നു. തെച്ചിയും ചേമന്തിയും ചെമ്പരത്തിയും ചാരേ പിച്ചകച്ചെണ്ടും ചേർന്ന
മന്ദിരാഗണം പോലെ. മന്ദിരാങ്കണം പോലെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ആദിദേവ് ആരാ? ഓക്കെ, ആൻഡ്രോസ് വായിച്ചോ. പാഠം 20. ഹാ എന്റെ കേരളം. കേരളം ചെറുതല്ല, ഭിന്നമാം മതങ്ങൾക്കു താവളം, കലാപര സംസ്കാര സേവാദളം. കേരവും മന്ദാരവും പൂകവും പുന്നാങ്കവും കേവലം ചുവടത്തു നിൽക്കുമീ മലനാട്ടിൽ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നിതെത്രയോ ശതാബ്ദമായി. അവർ തൻ സഹോദര നിർവിശേഷമാം സ്നേഹം ഇവരെ പൊൻപൂക്കള സൗരംഭം പൊഴിക്കുന്നു. തെച്ചിയും ചെമ്മേന്തിയും ചെമ്പരത്തിയും ചാരേ പിച്ചകൾ ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. ഓക്കെ, നെക്സ്റ്റ് ആരാ? ആദിദേവ് വായിച്ചോ. കേരളം ചെറുതല്ല, ഭിന്നമാം തമങ്ങൾക്കു താവളം, കലാപര സംസ്കാര സേവാദളം. കേരളവും മന്ദാരവും പൂക്കവും പുന്നാകവും കേവലം ചുവടത്തു നിൽക്കുമീ മലനാട്ടിൽ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നി എത്രയോ ശതാബ്ദമായി. അവർ തൻ സ്നേഹോദര നിർവിശേഷമാം സ്നേഹം ഇവരെ പൊൻപൂക്കളായി സൗരഭം പൊഴിക്കുന്നു. തെച്ചിയും ചെമന്തിയും ചെമ്പരുത്തിയും ചാരേ പിച്ചക ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. അടുത്താരാ? ആദിദേവ് അല്ല, ശ്രീദേവ്. കേരളം ചെറുതല്ല, ഭിന്നമാം മതങ്ങൾക്കു താവളം, കലാപര സംസ്കാര സേവാദളം. കേരവും മന്ദാരവും പൂകവും പുന്നാങ്കവും കേവലം ചുവടെത്തു നിൽക്കുമീ മലനാട്ടിൽ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും യഹൂദനും ഒന്നുപോൽ എത്രയോ ശതാബ്ദമായി. അവർ തൻ സഹോദര നിർവിശേഷമാം സ്നേഹം ഇവരെ പൊൻപൂക്കളായി സൗരഭം പൊഴിക്കുന്നു. തെച്ചിയും ചേമന്തിയും ചെമ്പരുത്തിയും ചാരേ പിച്ചകൾ ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ. നെക്സ്റ്റ് സൂര്യദേവ്. കലാപര സംസ്കാര സേവാദളം.
തടാകവും കോവലം കേവലം നിൽക്കുമീ മലനാട്ടിൽ. ക്രിസ്ത്യനും യഹൂദനും സഹോദര സാരെ മന്ദിരാങ്കണം പോലെ. ഓക്കെ, അബ്ദുൽ ബാസിത്ത്. മിസ് എന്തേ മോനെ? ഓ ഞാനിപ്പോ വെറുതെ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? ആ ബുക്ക് എടുത്തേ, മിസ് വായിച്ചു തരാം. വായിച്ചു നോക്കിയേ. എന്ത് ലേറ്റ് ആയത് അബ്ദുൽ ബാസിത്ത് കയറാൻ? സമയം ക്ലോക്കിൽ തെറ്റായിരുന്നു. ഓ അതെ, കുഴപ്പമില്ല. എന്നാലും എടുത്തേ, വായിച്ചേ നോക്കട്ടെ. ഓക്കെ ബൈ. ഇപ്പൊ 11:30 വരണേ. ഓ